ഗോൾഡ് ഫാർമർ കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു ഏത്തപ്പഴം കൊണ്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗങ്ങളിലൊന്നാണ് ഏത്തപ്പഴം. അതേപോലെ തന്നെ ജമൈക്ക ദ്വീപ്, മൊസാംബി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ അരിയാഹാരം കഴിക്കുന്നത് പോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ടതാണ് ഏത്തപ്പഴം. ആഫ്രിക്കക്കാരുടെ ആരോഗ്യം, അവരുടെ കായികശേഷി, അത്യുത്സാഹം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ടാണെന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ തൊലിയിലും പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, നാരുകൾ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. സാധാരണയായി ഏത്തപ്പഴം അതിൻ്റെ തൊലി ഈ കറുപ്പ് കളറിലേക്ക് വരുമ്പോൾ നമ്മളത് അമിതമായി പഴുത്തു പോയി ഇനിയും കൊള്ളില്ല എന്നൊരു അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ കറുപ്പ് നിറത്തോട് കൂടുമ്പോഴാണ് ഇത് ശരിക്കും പാകമാകുന്നതെന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ച് നമുക്ക് ചായയോടൊപ്പം ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ച ഏത്തയ്ക്കാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചപ്പാത്തി ഉണ്ടാക്കാനും കുറുക്കുണ്ടാക്കാനും മറ്റുള്ള ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഏത്തപ്പഴം തൊലിയോടുകൂടി ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏത്തപ്പഴമാണ്. ഇതേ രീതിയിൽ മുറിച്ചെടുക്കുക. ഇതുപോലൊന്ന് രണ്ടായിട്ട് മുറിക്കുക ഈ പീസുകൾ. അതിനുശേഷം മിക്സിയിലേക്ക് ഇടുക. ദാ നമുക്ക് തുറന്ന് നോക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതാ നോക്കുക, ഉണ്ടോ? അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലൂസാക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. ഇതാ നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ലൂസാക്കാം. കുറച്ച് പഞ്ചസാരയോടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല. മതി. നമുക്കൊന്ന് കുടിച്ച് നോക്കാം.
ഒരു ഏത്തപ്പഴം ജ്യൂസ് എന്നതിലുപരി ഇതൊരു ഔഷധം കൂടിയാണെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏതായാലും ഞാൻ ഇത്ര രുചി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ഇത് അല്പം കുറുകിയാണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, എനിക്ക് എൻ്റെ രുചി വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഓക്കെ.